ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ദിവ്യ ജോൺ ജീവിതം അവസാനിപ്പിച്ചു. ആരാണ് ഈ ദിവ്യ ജോൺ? 2021 കൊല്ലം കുണ്ടറയിൽ ദിവ്യ ജോൺ എന്ന് പറയുന്ന ഒരു യുവതി 3 മാസമുള്ള കുഞ്ഞിനെ, അതും സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നത്. ആദ്യം കുഞ്ഞ് കരഞ്ഞപ്പോൾ ബാത്റൂമിലെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു. പിന്നീട് പെട്ടെന്ന് ഒരു മനംമാറ്റം വന്ന ദിവ്യ കുഞ്ഞിനെ വാരിയെടുത്തു. എന്നിട്ട് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. അധികം വൈകാതെ വീണ്ടും ആ കുഞ്ഞിനെ അപായപ്പെടുത്താൻ വീണ്ടും ശ്രമിച്ചു. അതായത് കുഞ്ഞ് കിടന്നപ്പോ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. തലയണ വെച്ച് അമർത്തി ശ്വാസം മുട്ടിച്ച് ആ കുഞ്ഞു മരിച്ചതിന് ശേഷമാണ് മനംമാറ്റം വീണ്ടും ദിവ്യക്ക് വന്നത്. സ്വന്തം കുഞ്ഞിനെ അമ്മ കൊന്ന വാർത്ത മലയാളക്കരെ ആകെ അന്ന് ചർച്ചാ വിഷയമായിരുന്നു. കേട്ടവർ ദിവ്യയെ ശപിച്ചു. ആ കുഞ്ഞിനെ ഓർത്ത് വിലപിച്ചു. എന്നാൽ അധികം വൈകാതെ തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നു. ആ വാർത്ത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ കുഞ്ഞിനെ കൊന്ന ആ ഒരു സമയത്തൊക്കെ ദിവ്യയുടെ മനോനില തെറ്റിയതായിരുന്നു എന്നാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥയും കടന്ന് അതിമാരകമായ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവൾ അടിമപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്ന് അറിയാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ദിവ്യയുടെ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്ന് മലയാളക്കരെ ആകെ അറിയപ്പെടുന്നത്, എല്ലാവരും കൂടുതൽ അടുത്തറിയുന്നത്. പിന്നീട് ആ അവസ്ഥയെ എല്ലാവരും ഗൗരവമായി കാണാൻ തുടങ്ങി. പിന്നെ എത്രയോ സ്ത്രീകൾ താങ്കളും ഈ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരാൻ തുടങ്ങി. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മാത്രം ഗുരുതരമായ മനോനിലയുമായാണ് മിക്ക അമ്മമാരും ഈ പ്രസവാനന്തരം തള്ളി നീക്കുന്നതെന്നാണ് എല്ലാരെയും ഞെട്ടിക്കുന്ന വാർത്ത. പിന്നീട് ശാപവാക്കുകൾ കൊണ്ട് പൊതിഞ്ഞവരൊക്കെ സഹതാപത്തോടെ ദിവ്യയെ കാണാൻ തുടങ്ങി. കല്യാണശേഷവും പ്രസവാനന്തര ശേഷവും ഒക്കെ ഈ ഒരുപാട് ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും ഒക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലും ഒക്കെ നേരിടേണ്ടി വന്ന ദിവ്യ അതൊക്കെയാണ് ഇങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് എത്തിക്കാൻ കാരണം. പ്രസവശേഷം പോലും അതിനുള്ള പരിചരണങ്ങളൊന്നും അവൾക്ക് ലഭിച്ചില്ല. കുഞ്ഞിനെ കൊന്ന ആ ഒരു സംഭവത്തിന് ശേഷം ദിവ്യ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടി. അതിനിടെയാണ് ദിവ്യ വീണ്ടും വിവാഹിതയാകുന്നത്. ഭർത്താവ് കണ്ണൂരുകാരനായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ ദിവ്യ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നതെന്നാണ് ദിവ്യ അറിയുന്നവരൊക്കെ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ദിവ്യ ജീവൻ ഒടുക്കി? എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമാണിത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത അറിയുന്നത്. ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ദിവ്യ ഗർഭിണിയായിരുന്നു. മാത്രവുമല്ല, ദിവ്യയുടെ ആദ്യത്തെ ആത്മഹത്യാ ശ്രമവുമായിരുന്നില്ല ഇത്. ഒരു ആത്മഹത്യാ ശ്രമം നടത്തി അതിന് ചികിത്സകളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വീട്ടിലെത്തിയിട്ട് ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചത്. പക്ഷേ ഇത്തവണ ദിവ്യയെ രക്ഷിക്കാനായില്ല. ദിവ്യയെ അടുത്തറിഞ്ഞ ഒരു സുഹൃത്ത് ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. എനിക്ക് ദിവ്യ ജോൺ എന്ന പെൺകുട്ടിയുമായിട്ട് വളരെ ഒരു ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ട്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സംസാരിച്ചിരുന്ന സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ 1-2 കാര്യങ്ങൾ ഞാനിപ്പോൾ പുറത്തു പറയുകയാണ്. ദിവ്യ ജോണിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദിവ്യ ജോണിന്റെ അടക്കം ഇന്നായിരുന്നു സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞത്. ശ്മശാനത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ശ്മശാനത്തിൽ പോയപ്പോ ശരിക്കും അവിടെ നിന്ന് 1-2 പുതിയ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം പുറത്തു പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ദിവ്യ ജോണിനെ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് പോയത് കണ്ണൂരാണ്. കണ്ണൂർ വെച്ചാണ് കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യ ചെയ്യുന്നതിനുള്ള ടെൻഡൻസി ശരിക്കും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു ശ്രമം കൂടി ദിവ്യ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കുറച്ച് ഗുളികകൾ ദിവ്യ വാരി കഴിച്ചിട്ടുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് വളരെയധികം ക്രിട്ടിക്കലായിരുന്നു. ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് കൊണ്ടുപോയി വീണ്ടും ഒരു അറ്റംപ്റ്റ് ആണ് നടത്തിയിരുന്നത്. പിന്നെ ഏറ്റവും ദുഃഖകരമായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിവ്യ പ്രഗ്നന്റ് ആയിരുന്നു. രണ്ടാമത് ഗർഭിണി ആയിരിക്കെയാണ് ദിവ്യ ഇത്തരത്തിൽ വീണ്ടും ഒരു കടുംകൈ ചെയ്തത്. ഓക്കെ, ആത്മഹത്യ സമയത്ത് ദിവ്യ ഗർഭിണിയായിരുന്നു. അതാണ് നമുക്ക് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പണ്ട് മനോനില തെറ്റി സ്വന്തം കുഞ്ഞിനെ തന്നെ കൊന്നൊരു സ്ത്രീ ഇപ്പോഴിതാ ഗർഭിണിയായിരിക്കെ തന്നെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പക്ഷെ എന്തായിരിക്കും ആ ആത്മഹത്യയുടെ കാരണം? ഇനി ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെയും താൻ അപായപ്പെടുത്തുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കുമോ എന്നറിയില്ല. നമ്മൾ ആരാണെങ്കിലും അങ്ങനെ ഒരു കാര്യവും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പണ്ട് 2021 സംഭവത്തിന് ശേഷം ദിവ്യ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ദിവ്യ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇനി കല്യാണമോ ഒരു പ്രസവമോ ഒന്നും ദിവ്യയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നായിരുന്നു. ഒരു ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇനിയൊരു കുഞ്ഞെന്ന് പറയാൻ എനിക്ക് പേടിയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു മോനോ മോളോ ഉണ്ടായാൽ ഞാൻ അതിനെ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് ഇനി ഒറ്റയായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഡിവോഴ്സിന് ചെയ്തു തരാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു ജോലി വാങ്ങിക്കണം. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജോലിയൊക്കെ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഒരു ജോലി കിട്ടണം, അച്ഛനെ നോക്കണം, മുന്നോട്ടുള്ള കാലം എങ്ങനെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ അങ്ങോട്ട് കഴിച്ചു കൂട്ടണം. അത്രയേ ഉള്ളൂ.
ഓക്കെ, കല്യാണവും വേണ്ട, കുഞ്ഞും വേണ്ട, കുടുംബവും വേണ്ട, ഒന്നും വേണ്ട, അച്ഛനെയും നോക്കി ശിഷ്ടകാലം അങ്ങോട്ട് എങ്ങനെയെങ്കിലും ജീവിതം തള്ളി നീക്കുക, അതായിരുന്നു പുള്ളിക്കാരി പറഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത ദിവ്യ പിന്നീട് ഒരു വിവാഹവും കഴിച്ചു, ഗർഭിണിയുമായി. ഇതെങ്ങനെ സംഭവിച്ചു? മനുഷ്യന്മാരല്ലേ, മാറ്റങ്ങൾ വരാം. വിചാരങ്ങളെയും വികാരങ്ങളെയും എല്ലാ കാലവും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. മാത്രവുമല്ല, ദിവ്യ തീരെ ചെറുപ്പവുമായിരുന്നു. ചിലപ്പോ കുറച്ചുനാള് ജീവിച്ചു വന്ന് ബെറ്ററായി, മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഒക്കെ ബെറ്ററായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചു കാണുമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഗർഭിണിയായതോടെ തന്റെ പഴയകാല ഓർമ്മകൾ, അഥവാ തന്റെ കുഞ്ഞിനെ കൊന്നൊടുക്കിയ ആ ഒരു നിമിഷവും ബാക്കിയുള്ള ദിനങ്ങളും ഒക്കെ ഓർമ്മയിൽ വന്നു കാണും. ആ ഓർമ്മകൾ പൂർണ്ണമായും ഭേദമാകാതെ അവളുടെ മനസ്സിൽ കിടന്ന ആ മാനസിക രോഗത്തെ വീണ്ടും ട്രിഗർ ചെയ്തിരിക്കാം. ഇനി ഈ കുഞ്ഞുണ്ടായാൽ താൻ അതിനെയും അപായപ്പെടുത്തിയാലോ? ഇപ്പൊ നേരത്തെ തന്നെ ജീവിതത്തിൽ ഇനി കുഞ്ഞു വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളല്ലേ. വീണ്ടും ഗർഭിണിയായിരുന്നപ്പോൾ ചിലപ്പോൾ അവള് ഭയന്നിരിക്കണം. ആ ഭയം തന്നെയാണ് അവളെ വീണ്ടും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി മറ്റു വല്ല കാരണങ്ങളും ഉണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും ദിവ്യയുടെ സുഹൃത്തിന് പറയാനുള്ള ബാക്കി കാര്യങ്ങളൂടെ കേൾക്കാം. നമുക്ക് എല്ലാവർക്കും ദിവ്യയുടെ എല്ലാ കഥകളും അറിയാവുന്നതാണ്. ദിവ്യ ജോൺ എന്ന പെൺകുട്ടി വളർന്നു വന്ന സാഹചര്യം, രക്ഷിതാക്കളുടെ ഒന്നും തന്നെ സംരക്ഷണമില്ലായിരുന്നു. അച്ഛന്റെ മാത്രം സംരക്ഷണയിൽ ഒതുങ്ങി വന്നൊരു പെൺകുട്ടിയാണ്. കുണ്ടറയിൽ തന്നെ ഒരു പ്രാദേശിക ചാനലിൽ അത്യാവശ്യം ന്യൂസ് റീഡർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം തന്നെ ഓഫീസിൽ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൽ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഈ ഒരു സംഭവമൊക്കെ തന്നെ എല്ലാവരോടും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പക്ഷെ ദിവ്യ ജോൺ എന്ന പെൺകുട്ടിയോട് ഇന്ന് ദിവ്യ ജോണിന്റെ ഭർത്താവ് ഞങ്ങളെ ശ്മശാനത്തിൽ വെച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് വീഡിയോയുടെ മുമ്പിലേക്ക് വരാനോ ഒരു ബൈറ്റ് തരാനോ ഉള്ള മാനസികാവസ്ഥ അല്ലാത്തത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 4-5 മാസമേ ആവുന്നുള്ളൂ. ഈ കുട്ടി ഗർഭിണിയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു കടുങ്കൈ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വേദനയോട് തന്നെയാണ് ഈ ഒരു സങ്കടം പറഞ്ഞത്. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം സിൻഡ്രം എന്ന് പറയുന്ന ആ രോഗം വീണ്ടും ഏതെങ്കിലും തരത്തിൽ ദിവ്യയെ ബാധിക്കുമോ, ദിവ്യയെ കടന്നു കൂടുമോ, അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് സംഭവിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ അസുഖത്തിന്റെ ഒരു അവസ്ഥയിൽ ദിവ്യ വീണ്ടും അത്തരത്തിലൊരു ചതി ചെയ്യുമോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കുമോ എന്തോ അറിയില്ല. വീണ്ടും ആ കുട്ടി വളരെയധികം പാനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം ആദ്യം നടത്തുകയും പിന്നീട് വീണ്ടും ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഡിപ്രഷനോളം വലിയ ഭീകരമായ ഒരു അവസ്ഥ ഇല്ലെന്ന് തന്നെ പറയാം. ശരിക്കും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള ഒരു അവസ്ഥയുള്ള ഒരു മാനസിക രോഗം തന്നെയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. എത്ര പ്രോപ്പറായി ചികിത്സിച്ചാലും അത് തടയാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മളെ മാനസികമായി ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ മതി, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഡിപ്രഷനെ അത് ട്രിഗർ ചെയ്യും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായ ഒരു സ്ത്രീക്ക് വീണ്ടും ആ ഒരു ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ദിവ്യയുടെ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിച്ചത്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ദിവ്യ. വെൽ എഡ്യൂക്കേറ്റഡും ആയിരുന്നു. ശരിക്കും ആ സംസാരവും കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി തോന്നിക്കുന്നതായിരുന്നു. കുഞ്ഞിനെ കൊന്ന ആ സംഭവം കഴിഞ്ഞിട്ട് പോലും സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരി വളരെ ആക്റ്റീവായിരുന്നു. ഒരുപാട് ഷോസിലൊക്കെ പുള്ളിക്കാരി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ഒരു കോടി ആ ഒരു പ്രോഗ്രാമിലെല്ലാം പുള്ളിക്കാരി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം തുറന്നു പറയുന്ന ദിവ്യയെ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. സ്വന്തം കുഞ്ഞിനെ കൊന്ന രാക്ഷസി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അവളെ സ്നേഹിക്കാൻ തുടങ്ങി. അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ അത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരു അമ്മയോട് ഒരിക്കലും മലയാളികൾ മാപ്പ് കൊടുക്കാറില്ല. എന്നാൽ ദിവ്യ സ്വന്തം സുഖത്തിന് വേണ്ടിയോ കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടിയോ ഒന്നും അല്ല കുഞ്ഞിനെ കൊന്നത്. അവളിലെ രോഗമാണ് അവളെ കൊണ്ട് അങ്ങനെ പ്രവർത്തിപ്പിച്ചത്. അത് തിരിച്ചറിയാനുള്ള വിവേകം മലയാളികൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. പുള്ളിക്കാരി പിന്നീട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്രിസ്തീയ മതവിശ്വാസത്തെ കുറിച്ച് ഉള്ള കണ്ടന്റ് ഒക്കെ ആയിട്ടായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. ഏകദേശം 1.5 മാസം മുമ്പ് വരെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഉപരി പഴയതിൽ നിന്നും അവൾ നല്ല രീതിയിൽ മൂവ് ഓൺ ചെയ്തിരുന്നു. കല്യാണം വരെ കഴിഞ്ഞു, എന്നിട്ടും അവൾ ജീവൻ എടുക്കി. കാരണങ്ങൾ നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഡിപ്രഷൻ ആയിരിക്കാം കാരണം, അല്ലെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊന്ന ഭയമായിരിക്കാം കാരണം, അല്ലെന്നുണ്ടെങ്കിൽ അവളെ മനസ്സിനെ ആരെങ്കിലും വേദനിപ്പിച്ചതായിരിക്കാം. ചിലപ്പോൾ ആരെങ്കിലും അവളോട് ചോദിച്ചു കാണും, നീ ഇനിയും പ്രഗ്നന്റ് ആയത് ആ കുഞ്ഞിനെ കൂടെ കൊല്ലാനാണോന്ന്. ചിലപ്പോൾ അത് കാരണമായേക്കാം. എന്തായാലും ഇവിടെ ആത്മഹത്യ കുറിപ്പോ മറ്റോ ലഭ്യമാണോ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ആത്മഹത്യയുടെ കാരണങ്ങളും നമുക്ക് കൂടുതൽ അറിയില്ല. എന്തു തന്നെ ആയാലും ഡിപ്രഷൻ എന്ന അവസ്ഥയെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ അവഗണിക്കാതിരിക്കുക. എല്ലാവരും ആ അവസ്ഥയിലൂടെ പോകുന്ന ഭാര്യമാരെ ആണെങ്കിലും മരുമക്കളെ ആണെങ്കിലും സഹോദരങ്ങളെ ആണെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തുക, സപ്പോർട്ട് ചെയ്യുക. അതാണ് അവർക്ക് ആവശ്യം. ശരിക്കും മാനസികാരോഗ്യത്തെ മലയാളികൾ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയിട്ട് അധികാലമായിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ വേദനയെക്കാളും 100 മടങ്ങ് അധികമായിരിക്കും മനസ്സിന്റെ വേദന. ഇത് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരോട് കരുണയുള്ളവരായിരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. അവരെ ചേർത്ത് നിർത്തുക, സ്നേഹിക്കുക, കൂടുതൽ സ്നേഹം കൊടുക്കുക. അവർക്ക് അതാണ് വേണ്ടത്. അവരെ സപ്പോർട്ട് ചെയ്യുക.
അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.